ലത്തീൻ ആരാധനാക്രമത്തിലുള്ള ഡീക്കൻ പട്ടം എപ്പോഴെങ്കിലും കൂടാൻ പറ്റുമെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഇതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഡീക്കന്റെ കയ്യിലേക്ക്, ഈ ശംശാനയുടെ കയ്യിലേക്ക് ബിഷപ്പ്, പിതാവ് ബൈബിൾ എടുത്തു വെച്ച് കൊടുക്കും. ബൈബിൾ ഇങ്ങനെ പിതാവ് പ്രാർത്ഥനയോടുകൂടി ഈ ഡീക്കന്റെ കയ്യിലോട്ട് കൊടുക്കും. ഡീക്കൻ മുട്ടുകുത്തിയെന്ന് ഈ ബൈബിൾ മേടിക്കും. എന്തിനാണ്? ഡീക്കന്റെ ശുശ്രൂഷ ഇനി എന്താണ്? അൾത്താരയിൽ വചന ശുശ്രൂഷയെ, അൾത്താര ശുശ്രൂഷയെ ഇനി സഹായിക്കുക, ദിയാക്കോനോസ് സഹായിച്ചുകൊണ്ടിരിക്കുക. ഈ ബൈബിൾ മേടിക്കുമ്പോൾ പിതാവ് ഈ ഡീക്കന്റെ നേരെ അനുഗ്രഹത്തോടെ പറയുന്ന ഒരു ആഹ്വാനമുണ്ട്, ഒരു നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം ഇങ്ങനെയാണ്. ബൈബിൾ കൊടുത്തിട്ട് ഇങ്ങനെ പറയും: വായിക്കുന്നത് വിശ്വസിക്കുക, വിശ്വസിക്കുന്നത് പഠിപ്പിക്കുക, പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. 3 കാര്യങ്ങൾ: വായിക്കുന്നത് വിശ്വസിക്കുക, വിശ്വസിക്കുന്നത് പഠിപ്പിക്കുക, പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. കർത്താവിന്റെ അൾത്താരയോട് ചേർന്ന് നിൽക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ കയ്യിലേക്ക് വിശുദ്ധ ഗ്രന്ഥം തന്നിട്ടുണ്ട്. ഒരു തിരുപ്പട്ട ശുശ്രൂഷയിലൂടെ അല്ല, പകരം ദൈവത്തിന്റെ വാക്ക് വിശ്വസിക്കാൻ, അത് പഠിക്കാൻ, പഠിപ്പിക്കാനൊക്കെ നമുക്കും സഭ അനുവാദം തരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇതാണ്: നിങ്ങളുടെ കയ്യിലേക്ക് ഇട്ടിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്ന ഈ വചനം വായിക്കുന്നത് എന്ത് ചെയ്യുക? ആദ്യം വിശ്വസിക്കുക. വിശ്വസിക്കുന്നത് എന്ത് ചെയ്യുക? പഠിപ്പിക്കുക. പഠിപ്പിച്ചാൽ മാത്രം മതിയോ? പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇതാണ് വചന അധിഷ്ഠിത ജീവിതം, ദൈവത്തിന്റെ വാക്ക് അനുസരിച്ചുള്ള ജീവിതം. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ വായിച്ചത് നിയമാവർത്തനം 30-1-2 വാക്യങ്ങളിൽ കർത്താവിന്റെ വാക്ക് ഓർക്കണം, അത് കേൾക്കണം, അത് അനുസരിക്കണം. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ.